നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും കാര്യമെടുത്താൽ നമുക്കറിയാം അവ എന്തിനൊക്കെയാണെന്ന്. കണ്ണ് കാണാൻ, ചെവി കേൾക്കാൻ, അങ്ങനെ. എന്നാൽ വയറിന് നടുവിലുള്ള ആ പൊക്കിളിൻ്റെ കാര്യമോ? നമ്മൾ ദിവസവും കാണുന്ന ഒന്നാണെങ്കിലും എന്തിനാണ് അതവിടെ ഉള്ളതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ജനിക്കുന്നതിനു മുൻപ് അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ നിങ്ങളുടെ ലോകം തന്നെ ഇതായിരുന്നു. അന്ന് ശ്വസിക്കാനോ ആഹാരം കഴിക്കാനോ നമുക്ക് കഴിയില്ലായിരുന്നു. അന്ന് അമ്മയിൽ നിന്ന് നമുക്ക് വേണ്ട ജീവവായുവും പോഷകങ്ങളും എത്തിച്ചു തന്നത് ആ പൊക്കിൾ കൂടി വഴിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളെ ജീവനോടെ നിലനിർത്തിയ ആ പഴയ ലൈഫ് ലൈൻ ആയിരുന്നു അത്. നമ്മൾ ജനിച്ച ആ നിമിഷം ആ കൊടിയുമായുള്ള ബന്ധം അവസാനിച്ചു. നിങ്ങൾ സ്വന്തമായി ശ്വാസമെടുത്തു തുടങ്ങിയപ്പോൾ പൊക്കിൾ കൊടിയുടെ ആവശ്യമില്ലാതായി. ഡോക്ടർമാർ അത് മുറിച്ചു മാറ്റി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഭാഗം ഉണങ്ങി അടർന്നുപോയി. ബാക്കിയായത് ഒരു കുഞ്ഞു അടയാളം മാത്രം. നമ്മളിതിനെ പൊക്കിളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ആദ്യത്തെ മുറിപ്പാടാണ്. നമുക്കിന്നിതിന് ഒരു ജോലിയുമില്ലെങ്കിലും ഒരു കാലത്ത് നമ്മൾ മറ്റൊരു ജീവനുമായി ബന്ധിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ കുഞ്ഞു അടയാളം. ചിലരുടെ പൊക്കിൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും, ചിലരുടേത് പുറത്തേക്ക് തള്ളി നിൽക്കും. ഡോക്ടർ അത് മുറിച്ചപ്പോൾ പറ്റിയതാകും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? സത്യത്തിൽ അത് വെറും ഒരു തെറ്റായ ധാരണയാണ്. നമ്മുടെ ശരീരത്തിലെ മുറിവ് എങ്ങനെ ഉണങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ആകൃതി മാറുന്നത്. മുറിവ് ഉണങ്ങുമ്പോൾ ചർമ്മം ഉള്ളിലേക്ക് വലിഞ്ഞാൽ അത് കുഴിഞ്ഞിരിക്കും. അതല്ല, അവിടെ കൂടുതൽ കോശങ്ങൾ വളരുകയോ അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ചെറിയ തടസ്സങ്ങൾ കാരണമോ അത് പുറത്തേക്ക് തള്ളിയിരിക്കാം. ഇതിൽ ആകൃതിയേക്കാൾ ഉപരി നിങ്ങളുടെ ശരീരം അതെങ്ങനെ ഉണക്കിയെടുത്തു എന്നതാണ് പ്രധാനം. ഇനി ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കാം. പൊക്കിളിൽ തൊടുമ്പോൾ ഒരു പ്രത്യേകതരം സെൻസേഷൻ തോന്നാറില്ലേ? അത് പണ്ടിവിടെ ഉണ്ടായിരുന്ന ആ വലിയ നാഡീവ്യൂഹത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇന്നും ആ ഞരമ്പുകൾ നമ്മുടെ ആന്തരിക അവയവങ്ങളുമായി ചെറിയ രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ആധുനിക കാലത്ത് ശസ്ത്രക്രിയകൾക്കും പൊക്കിൾ സഹായിക്കുന്നുണ്ട്. വയറിനുള്ളിൽ ചെയ്യുന്ന ചെറിയ സർജറികൾക്ക് ഡോക്ടർമാർ പലപ്പോഴും പൊക്കിളിനെ ഒരു വഴിയായി തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം അവിടെ ഒരു അടയാളം വന്നാലും അത് പുറമേ നിന്ന് ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ: പൊക്കിൾ വെറുമൊരു അടയാളമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുമായി ചേർന്നു നിന്നിരുന്ന ആ പഴയ സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്.